ഹലോ ഗായ്സ്, പെട്ടിക്കട മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതാണ് എൻ്റെ അച്ഛൻ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഒരു പാവപ്പെട്ട മനുഷ്യനെ കൊണ്ട് കഞ്ഞി വെപ്പിക്കുവാണെന്ന്. ഈ വീട്ടിലെന്താ പെണ്ണുങ്ങളില്ലേ എന്ന് ചോദിക്കാൻ വരട്ടെ. വീട്ടിന് പുറത്ത് വെള്ളമൊക്കെ ചൂടാക്കാനായി വച്ചേക്കുന്ന അടുപ്പിൽ അച്ഛൻ ചെയ്യുന്ന പണി ഇതാണ്. അച്ഛന് ഫർണിച്ചറിൻ്റെ ജോലിയാണെങ്കിലും സകല ജോലികളും കൈവശമുണ്ട്. ഹോ, അടിപൊളി. അച്ഛനൊരു ആലക്കാരൻ തന്നെ. അമ്മ മീൻ വറുക്കാൻ വെച്ചിരുന്ന എണ്ണയും തേങ്ങ ചിരകി മാറ്റി വെച്ച് ചിരട്ടയും എടുത്ത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറയാണ്, ടെമ്പർ പോരാ, പരുവം പോരാ എന്നൊക്കെ. ഏതിനാ? ഉളിക്കേ. ചകിരിയെടുത്ത് തേച്ചരച്ച് എണ്ണയിൽ മുക്കി എന്തൊക്കെയോ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് കയ്യിൽ കിട്ടിയാലും അത് അച്ഛൻ ആയുധമാണ്. പാവം ഉളിയുടെയൊക്കെ ഒരവസ്ഥയെ. ഈശ്വര, ശരിക്കുള്ള ആലപ്പണിക്കാരൻ ഇതൊക്കെ കണ്ട അച്ഛനാടി ഉറപ്പ്. അച്ഛൻ വീണ്ടും മുക്കുന്നു എടുക്കുന്നു. എനിക്ക് നിന്ന് കാലും കഴിച്ചു. ഇതിൻ്റെ ഫൈനൽ റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഞാൻ. അച്ഛൻ ഒരച്ചൊരച്ച് നിൽക്കുന്നതല്ലാതെ വേറൊന്നും നടക്കുന്നില്ല. അപ്പം ചുമ്മാ കലവും തീയും വെള്ളമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തിനാ ഉള്ളിയിൽ എണ്ണ എടുത്ത് തേക്കണേ? എണ്ണയിൽ കാച്ചു മുക്കിയാൽ നല്ല പരുവം കിട്ടും. അതുകൊണ്ടാണ് എണ്ണയിൽ കാച്ചു മുക്കുന്നത്. കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നെങ്കിലും അച്ഛൻ ഉദ്ദേശിച്ച ഇതാണ്. ഉളി ചൂടാക്കിയിട്ട് എണ്ണയിലിങ്ങനെ മുക്കിയെടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഉളിക്ക് ഇതേ കൈപിടിയൊക്കെ ഇട്ട് സുന്ദരനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫൈനൽ പ്രോസസ്സാണ്. റോൾ പേപ്പറിൽ നന്നായിട്ട് ഇതേ രാഗി എടുപ്പുണ്ട്. അത് ഉളിക്ക് മൂർച്ച കൂട്ടാനാണ്. എന്തായാലും അച്ഛൻ ഉദ്ദേശിച്ച കാര്യം അടിപൊളിയായിട്ട് നടന്നു. എൻ്റെ കാത്തിരിപ്പും അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.